ഓക്കെ, കാരണം അങ്ങനെ വെച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോണ്ടാക്ട് പേജ് എടുക്കുമ്പോൾ ഈ ഒരു ഫോം അവിടെ കാണാൻ പറ്റില്ല. ഈ ഫോം കണ്ടു കഴിഞ്ഞാലല്ലേ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കോണ്ടാക്ട് തന്നെ വെക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്തെങ്കിലും എഴുതണം. ഫിൽ ദിസ് ഫോം ബിലോ ടു contact us or reach us directly at your email address. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അതാണ് നമ്മളവിടെ ആക്കിയേക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട്സിൽ നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. സേവ് നിൽക്കാം. ഓക്കെ, അപ്പോൾ അത് സേവ് ആയി. ഇനി നമുക്ക് എബൌട്ട് അസ് പേജാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എബൌട്ട് അസ് പേജ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് പേജ് നിൽക്കുക. എന്നിട്ട് ഇവിടെ അബൌട്ട് അസ്. ഈ അബൌട്ട് അസ് സത്യം പറഞ്ഞാൽ ആരും നോക്കാനൊന്നും പോണില്ല, പക്ഷെ അത് വെക്കണത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കയറ്റണം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കയറ്റണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ AI ഫീച്ചർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് പ്ലേഫുൾ ആക്കാം. എന്നിട്ട് ജനറേറ്റ് വെക്കുക. ഓക്കെ,